ഗൈസ്, എനിക്ക് ഇന്ന് രാവിലെ ഒരു പൂച്ചക്കുട്ടി കിട്ടി. പിള്ളേരെ സ്കൂളിൽ വിട്ട് വരണ വഴിക്ക് വെളിയിൽ ഭയങ്കര ബഹളം കേട്ട് നോക്കിയതാണ്. ഞാൻ കണ്ടില്ലായിരുന്നെ വേറെ എന്തെങ്കിലും പിടിച്ചനെ. ഇന്നലെ ഒരു പൂച്ച അവിടെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാനില്ല. അത് അബ്സ്കോണ്ടുണ്ട് ഇങ്ങോട്ട്. അതിൻ്റെ ദേഹം ഫുള്ള് പുഴു കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പിട്ട വെള്ളത്തിൽ ചൂടാക്കി ഉപ്പിട്ട വെള്ളം പിടിക്കാമെന്ന്. അപ്പം ഒരു സൈഡ് ഞാൻ അതിന് പാല് കാച്ചുന്നുണ്ട്. ഒരു സൈഡിൽ അതിനുള്ള വെള്ളം ചൂടാക്കുന്നത് ദേഹത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ദേഹം മൊത്തം ഈ കുറ്റിച്ചേര് അങ്ങനെ എന്തോ ലാർവയാണ്. അത് ഒരു ചെവിയിൽ ഈ ലാർവ മുട്ടയിട്ട് വിരിഞ്ഞ് പുഴുവായി. ഇത് കാണുമ്പോഴത്തേക്കും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം പുഴു പിടിച്ച ഒരു ജീവി അങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ അവളെ കുളിപ്പിച്ച് വൃത്തിയാക്കി. സംഭവം പട്ടി ഈ പൂച്ച പ്രസവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പട്ടികൾ കൂട്ടത്തോടെ കടിച്ചെന്തോ തള്ള കടിച്ച് കൊന്നു. അങ്ങനെ വേർപെട്ട് പോയതാണ്. പ്രസവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ പട്ടികൾ കടിച്ചതാണ്. തള്ള പൂച്ച എവിടെയോ ചത്ത് കിടപ്പുണ്ട്. 1-2 കുട്ടികളൊക്കെ അടുത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഉപ്പുവെള്ളത്തിൽ കുറേയൊക്കെ കഴുകി കളഞ്ഞ്. കുറേയൊക്കെ പുറ്റി ഒടിച്ചിരിക്കണം. അതൊന്നും ഒരു വിധത്തിലും കഴുകിയിട്ടൊന്നും പോകണില്ല. ചൂടുവെള്ളത്തിലായതുകൊണ്ട് വേറെ കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ഞാൻ അവളെ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു തുണിയിൽ പൊതി. നമ്മളിപ്പം ഇവളെ കൊണ്ട് അടുത്തുള്ള ഒരു മൃഗാശുപത്രി ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നോക്കാം. ദേഹത്തൊക്കെ പുഴുവാണ്. എനിക്ക് ചെയ്യുന്ന അറിഞ്ഞൂടാ, രക്ഷപ്പെടുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ നോക്കാം. അപ്പോൾ എന്താ വണ്ടിയിൽ ഞാൻ വെച്ച് വണ്ടിയിൽ കയറ്റിയപ്പോൾ നമ്മളിനി ആശുപത്രിയിലോട്ട് പോവേണം. അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡോക്ടറിനെ കാണിച്ചിട്ട് വരാം. ഡോക്ടർ നമുക്ക് തൊണ്ട എഴുതി തന്നു. അവൾ സേഫാണ്. ഇപ്പോൾ തൽക്കാലം സേഫാണ്. സ്പ്രേ അടിച്ചാൽ ഒരു സ്പ്രേ ആണ് എഴുതി തന്നത്. അതിന് അടിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ദേഹം ഫുൾ എന്തോ ഒരു ലാർവയാണ്. കുത്തിച്ച പോലത്തെ എന്തെങ്കിലും കാര്യം. നമുക്ക് നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകാം. ഫുള്ള് ചക്കലാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകാം. ഇപ്പോൾ കുഴപ്പമില്ല പുള്ളിക്കാരി. പക്ഷേ സ്പ്രേ അടിക്കണം. സ്പ്രേ അടിച്ചാൽ മൊത്തം പോകുള്ളൂ. എന്തോ ഒരു ജീവിയുടെ ലാർവ. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് മരുന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് മരുന്ന് സംഭവം. അപ്പോൾ നമുക്കിത് അവളെ ദേഹത്ത് അടിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫുള്ള് മഴയും ഞാൻ നനഞ്ഞു. അങ്ങനെ അവളെ ദേഹത്ത് ചെറുതായിട്ടൊക്കെ അടിച്ചപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ എഫക്റ്റ് തുടങ്ങി. അടിച്ച് ഒരു ജസ്റ്റ് മിനിറ്റിൽ തന്നെ അത് വീഴാൻ തുടങ്ങി. അതിൻ്റെ ദേഹത്തുള്ള പുഴുവൊക്കെ തൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി. പക്ഷെ ചെവിയിലുള്ളത് അടിച്ചപ്പോഴത്തേക്ക് അകത്തോട്ട് കയറിട്ട് പോയി. ഇനി അകത്തെങ്ങനെ ഇരുന്നത് ചത്തുപോകുന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് മഴ ഞാൻ നനഞ്ഞിട്ട് തുണി പോലും മാറാതെയാണ്, മഴ നനഞ്ഞ തുണി പോലും മാറാതെയാണ് ഞാനതിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട്. അതുമായിട്ട് അവർക്ക് ഒരു ദിവസം മാത്രമേ പ്രായമുള്ളൂ. രാത്രി ജനിച്ച് പിറ്റേ ദിവസം എൻ്റെ കയ്യിൽ കിട്ടി. ചെളി വെള്ളത്തിലാണ് ഈ പൂച്ചക്കുട്ടി കിടന്നത്. അപ്പോൾ ഇനി അവൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുമ്പ് കിട്ടിയ പൂച്ച ഇതുപോലെയായിരുന്നു. ദിവസങ്ങൾ മാത്രം പ്രായമുള്ളൊരു പൂച്ചക്കുഞ്ഞായിരുന്നു. അതും ഇതുപോലെ കൈ കിട്ടി. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കെയർ ചെയ്ത് ഒരുവിധം രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷെ 3-1 പൂച്ച ചത്തുപോയി. അപ്പോൾ ഇതിനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സാധനം കൊള്ളായി. മരുന്ന് അടിപൊളി മരുന്ന് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അടിച്ചൽപ്പം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തപ്പോൾ അതെല്ലാം അങ്ങ് തൊഴിഞ്ഞ് വീണു. ഇനി ചെവിക്കകത്തുള്ള പുഴു 1-2 മാത്രമേ പുറത്ത് വന്നുള്ളൂ. ബാക്കി പുഴുവൊക്കെ ഉള്ളിൽ കയറിയെന്ന് തന്നെ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ വിളിച്ച് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ അത് ചാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നാളെ ചിലപ്പം
രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചത്തു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് തലച്ചോറിനകത്തൊക്കെ പുഴു കയറും. പുഴു കയറിയ പിന്നെ നോക്കണ്ട. ഒരു വിധത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിനെ കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് പാല് കൊടുത്തപ്പോഴത്തേക്കും ആദ്യമൊന്നും ശരിയായില്ല. എൻ്റെ കയ്യിൽ നേരത്തെ പൂച്ചക്കുട്ടിക്ക് വാങ്ങിയ പാൽക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ അവൾക്ക് പാല് കൊടുത്തത്. പാല് കൊടുത്ത സമയത്ത് ആദ്യം വലിയ ഇതില്ല, പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും അവൾ അത് റിയാക്ട് ചെയ്ത് അവൾ കുടിക്കാൻ തുടങ്ങി, വലിച്ച് കുടിക്കാൻ തുടങ്ങി. ഈ ചീപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോതിയപ്പോഴത്തേക്കും എൻ്റെ ദേഹത്തുള്ള ബാക്കിയുള്ള പുഴുവൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു. ചീപ്പ് വെച്ചാണ് പിന്നെ കോതിയത്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ പുള്ളിക്കാരിയെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദേഹം മൊത്തം തണുത്ത് വിറച്ച് മരവിച്ചാണ്ടിരിക്കുന്നത്. അതിന് ഇനി ചൂടൊക്കെ കൊടുത്തൊന്ന് രക്ഷപ്പെടുത്തി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇതുപോലത്തെ മൃഗങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജീവികളെയൊക്കെ, പൂച്ചയായാലും പട്ടിയായാലും എന്ത് സാധനമായാലും. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ വളർത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ മുയലുണ്ടായിരുന്നു, ഗപ്പീസ് വളർത്തിയിട്ടുണ്ട്. ടാങ്ക് സ്വന്തമായിട്ട് 8-7 പഠിക്കുന്ന സമയത്ത് ടാങ്ക് കെട്ടി ഗപ്പീസിനെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ജീവികളെ ഞാൻ വളർത്തിയിട്ടുണ്ട്. എല്ലാവരും ആയിട്ട് നല്ല അറ്റാച്ച്മെൻറ്റുമാണ്. ആദ്യത്തെ 2 പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് ആ വഴിയിൽ എന്നെ നോക്കിയിരിക്കും. അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ്. ഇവരോടൊക്കെ നമ്മൾ സ്നേഹം കൊടുത്ത ജീവിയൊക്കെയാണ് കൊടുക്കുക, മൃഗങ്ങൾക്കാണ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഇരട്ടി, നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്പുറമായിട്ട് അവർ നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ട് ഇതൊക്കെ കണ്ടാൽ എനിക്ക് തിരിഞ്ഞ് നടന്നു പോകാൻ എനിക്ക് തോന്നത്തില്ല. അതുമായിട്ട് എപ്പോഴും ദൈവം എൻ്റെ കണ്ണിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പം അത് കഴിഞ്ഞങ്ങനെ അണ്ണാൻ കുഞ്ഞുണ്ടായിരുന്നു. അതിനെയൊക്കെ വളർത്തി വലുതാക്കി ഞാൻ വിട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എനിക്കും അവരോട് വലിയ അറ്റാച്ച്മെൻറ്റാണ്. തിരിച്ചും അങ്ങനെയാണ് ഈ ജീവികൾക്ക്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ചയായാലും ശരി, പിള്ളേരൊക്കെ എത്ര എടുത്തുകൊണ്ട് നടന്നാലും എന്ത് ചെയ്താലും ഞാൻ വന്ന് കിടക്കുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം വന്ന് എൻ്റെ അടുത്ത് കിടക്കും. ഞാനില്ലാത്തൊരു ഇതില്ലാത്തതുപോലെയാണ് എൻ്റെ അടുത്ത് വന്ന് കിടക്കുക. എൻ്റെ അടുത്ത് വന്ന് നടന്നു ഉറങ്ങണം. നൈറ്റായാലും അവൾ ഭയങ്കരമായിട്ട് കരയണുണ്ട്. ഒന്നാമത്തെ കേസ് അതിൻ്റെ വയറ്റിലൊന്നുമില്ല, പാലൊന്നും കിട്ടിയിട്ടില്ല ഈ നേരം വരെ. അത് കഴിഞ്ഞ് തണുത്ത് വിറച്ച് ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ പതുക്കെയാണ് ചീപ്പ് കൊണ്ട് പോകുന്നത്. കാണുമ്പോഴത്തേക്കും ഹാർഡായിട്ട് തോന്നി. പതുക്കെ മെല്ലെയാണ് ചീപ്പ് കൊണ്ട് പോകുന്നത്. അവൾ കുളിപ്പിച്ചെടുത്തപ്പോഴത്തേക്കും അവൾ കിടിലായി. അവളെ ദേഹത്തുള്ള പുഴുവൊക്കെ മാറി. എല്ലാം ഒന്നുപോലും ദേഹത്തില്ല, അതെല്ലാം കംപ്ലീറ്റ് എടുത്തു. ചെവിക്കകത്ത് പോയത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ദിവസം ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയ കാര്യം. ഒരു ദിവസം കംപ്ലീറ്റ് ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം എത്രത്തോളം പോകുമെന്ന്. അതല്ലാതെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ അടുത്തിടുന്നതായിരിക്കും.